ഒരിക്കൽ വ്യാസമഹർഷിയുടെ ശിഷ്യനായ ലോമ മഹർഷി ഹരിണപുരിയിലെത്തി. ഭഗവാനെ ദർശിക്കുന്നതിനുള്ള ആകാംക്ഷയോടെ ചാപസരസിലിറങ്ങി കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാൽ വഴുതി വീഴാൻ തുടങ്ങി. അത് കണ്ടുനിന്ന വികൃതികളായ ചില നാട്ടുകാർ കൈകൊട്ടി പരിഹസിച്ചു. അത് കേട്ട് അദ്ദേഹം തലയുയർത്തി നോക്കിയപ്പോൾ വീണ്ടും ആർത്തു വിളിച്ച് കളിയാക്കി. അദ്ദേഹം കോപാകുലനായി ഹരിണപുരം 1000 വർഷക്കാലം മനുഷ്യവാസയോഗ്യമല്ലാത്ത ഘോരവിപിനമായി തീരട്ടെ, പിന്നീട് ഇവിടെ അധിവസിക്കുന്ന ജനങ്ങൾ പരസ്പരം പരിഹസിച്ചു കഴിയട്ടെ എന്ന് ശപിച്ചു. ശപിച്ചു കഴിഞ്ഞപ്പോൾ കോപാഗ്നി കെട്ടടങ്ങി. ശാന്തനായി തീർന്നു. താൻ കോപിഷ്ഠനായതും ശപിച്ചതും തെറ്റായി പോയല്ലോ എന്ന് പശ്ചാത്തപിച്ചു. അതിനുള്ള പരിഹാരത്തിനായി ഹരിണപുരത്തു നിന്നും 4 നാഴിക വടക്കുള്ള കളത്തൂർ എന്ന ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ടാക്കി ഹരിഹരന്മാരെ പ്രതിഷ്ഠിച്ചു. ആ ക്ഷേത്രങ്ങൾ നോക്കുന്നതിനായി ആ നാട്ടിലെ അധിപനും ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ കൈസ്ഥാനക്കാരനുമായ അഷ്ടമൂർത്തി മംഗലത്ത് മൂത്തതിനെ ചുമതലപ്പെടുത്തിയിട്ട് സ്വർഗാരോഹണം ചെയ്തു. ശാപം വലിച്ചു. ഹരിണപുരം ഹരിണവനമായി തീർന്നു. കാലക്രമത്തിൽ ക്ഷേത്രങ്ങളും നശിച്ചു. വിഗ്രഹങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടു. ജനവാസം തീരെ ഇല്ലാതെയായി. ആനമല, പന്നിക്കുഴി, കടുവാക്കുഴി, പുലിയള, നരിയൻകുന്ന്, നരിക്കുഴി മുതലായ പേരുകളിൽ ഏറ്റുമാനൂരുള്ള സ്ഥലനാമങ്ങൾ ഹരിപുരണം ഹരിണവനമായിരുന്നു എന്നതിനു തെളിവുകളാണ്.